കുട്ടികളോട് ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞ ഉടനെ അവർ വാട്ടെവർ എന്ന് പറഞ്ഞ് കണ്ണുരുട്ടി പോകാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, എല്ലാവരെയും പോലെ എനിക്കും സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ തിരിച്ചു പറയാറുണ്ടോ? ആ നിമിഷം നമ്മുടെ ഉള്ളിൽ ദേഷ്യം പുകയുന്നത് സ്വാഭാവികമാണ്. നമ്മൾ ഉടൻ തന്നെ അവരെ തിരുത്താൻ ഒരു വലിയ പ്രസംഗം തുടങ്ങും. പക്ഷേ സത്യം എന്താണെന്നറിയാമോ? നമ്മൾ എന്തിനാണോ അവരെ തിരുത്താൻ ശ്രമിക്കുന്നത്, ആ തെറ്റ് വീണ്ടും ചെയ്യാൻ നമ്മൾ അവരെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബാക്ക് ടോക്ക് അഥവാ മറുതലിച്ച് സംസാരിക്കുന്നത് പെട്ടെന്ന് തന്നെ നിർത്താനുള്ള 3 സീക്രട്ട് ടിപ്സിനെ പറ്റി. നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? കുട്ടി ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ന്യായങ്ങൾ നിരത്താനായിട്ട് തുടങ്ങും. എന്തുകൊണ്ട് ഞാൻ ഇത് നിനക്ക് സമ്മതിക്കുന്നില്ല എന്ന് നീണ്ട ഒരു വിശദീകരണം നമ്മൾ നൽകുന്നു. അവിടെ കുട്ടിക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്: ഞാൻ കൂടുതൽ എതിർത്ത് സംസാരിച്ചാൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ദേഷ്യം വരും, അവർ എന്നോട് കൂടുതൽ സംസാരിക്കും, എനിക്ക് അറ്റൻഷൻ ലഭിക്കും. ഇത് കുട്ടിയുടെ തലച്ചോറിൽ എതിർത്ത് സംസാരിക്കൽ ഒരു തർക്കത്തിനുള്ള അവസരം എന്ന രീതിയിൽ ഉറച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ അവരെ ശാസിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കാണുന്ന നമ്മുടെ ദേഷ്യമാണ്, നമ്മുടെ വാക്കുകളല്ല. ഹോംവർക്ക് ചെയ്യുന്നതിന് മുൻപ് സ്ക്രീൻ ടൈം പാടില്ല എന്ന് നിങ്ങൾ കുട്ടിയോട് പറയുന്നു എന്ന് കരുതുക. കുട്ടി ദേഷ്യത്തോടെ നിങ്ങൾ ഭയങ്കര മോശമാണ്, ബാക്കി എല്ലാവർക്കും സ്ക്രീൻ ടൈം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങൾ ഉടനെ തന്നെ പ്രതിരോധിക്കാൻ തുടങ്ങും. ഞാൻ എല്ലാവരുടെയും അമ്മയല്ല, നിനക്ക് നാളെ പരീക്ഷയുണ്ട് എന്നൊക്കെ വിശദീകരിക്കും. ഇവിടെയാണ് കുട്ടിക്ക് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ലഭിക്കുന്നത്. ഇതൊരു തർക്കമായി മാറുന്നു. വൈകാരികമായ ഒരു പ്രതികരണമല്ല ഇവിടെ വേണ്ടത്. ഞാൻ കൂടുതൽ എതിർത്ത് സംസാരിച്ചാൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ എന്നോട് സംസാരിക്കാനാകും, തർക്കിക്കാൻ തുടങ്ങും എന്നൊക്കെ കുട്ടി വിചാരിക്കുന്നു. ഇത് കുട്ടിയുടെ തലച്ചോറ് പഠിക്കും. കുട്ടികൾ ദേഷ്യപ്പെടുമ്പോൾ അവരുടെ തലച്ചോറിലെ അമിഗ്ഡല എന്ന ഭാഗം ഉണരുകയും ചിന്തിക്കുന്ന ഭാഗമായ പ്രീ പോണ്ടൽ കോർട്ടെക്സ് ഓഫ് ആകുകയും ചെയ്യുന്നു. ഇതിനെ ഫ്ലിപ്പിംഗ് ദ ലിഡ് എന്ന് പറയാം. അതായത് ആ നിമിഷം അവർക്ക് യുക്തി മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങൾ എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവർക്കത് കേൾക്കാൻ സാധിക്കില്ല. നിങ്ങൾ ദേഷ്യത്തിൽ മറുപടി നൽകുമ്പോൾ അത് കുട്ടിയുടെ ദേഷ്യത്തെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ. ഇത് കോ റെഗുലേഷൻ എന്ന പ്രോസസ്സ് വിപരീതമായി പ്രവർത്തിക്കുന്നു. ഒരു 9 വയസ്സുകാരനോട് സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുന്നു. കുട്ടി ദേഷ്യപ്പെടുന്നു. നിങ്ങൾ വീണ്ടും വിശദീകരണം നൽകുന്നതിന് പകരം ട്രൈ അഗെയിൻ റെസ്പെക്ട്ഫുള്ളി എന്ന് മാത്രം പറയുക. കുട്ടി വീണ്ടും തർക്കിച്ചാൽ ഐ വിൽ ലിസൺ വെൻ യു ആർ കാം, അതായത് നിങ്ങൾ ശാന്തമായി പറയുമ്പോൾ മാത്രം ഞാൻ ഇത് കേൾക്കും എന്ന് കുട്ടിയോട് പറയുക. അവർ ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയേക്കാം, അത് കുഴപ്പമില്ല. പിന്നീട് അവർ ശാന്തമായി വന്ന് ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ സംസാരിക്കുക. കുട്ടി ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വെറും 3 സെക്കൻഡോ അതിൽ താഴെയോ മാത്രം ഒതുങ്ങുന്ന 3 ചെറിയ വാചകങ്ങൾ മാത്രം പറഞ്ഞു നിർത്തുക. ഒരു വിശദീകരണവും നൽകരുത്. കുട്ടി നിങ്ങളോട് മറുതലിച്ച് സംസാരിച്ചാൽ ഒന്നുകൂടി മാന്യമായി പറയൂ എന്ന് പറയുക. അവർ കരയുകയോ അലറുകയോ ആണെങ്കിൽ നീ ശാന്തമാകുമ്പോൾ മാത്രം ഞാനിത് കേൾക്കുമെന്ന് ഉറച്ചു സംസാരിക്കുക. അവർ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ചോദിച്ചു അതിനുള്ള മറുപടി നൽകി എന്ന് മാത്രം പറയുക. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, പക്ഷേ ഇതാണ് ഏറ്റവും ഫലപ്രദമായ മാർഗം. കാരണം ഇത് വളരെ ചെറുതാണ്, തർക്കിക്കാനൊന്നുമില്ല. ഇത് വളരെ ശാന്തമായ ഒരു രീതിയുമാണ്. കുട്ടിയുടെ ദേഷ്യത്തിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നില്ല, ഇത് സ്ഥിരതയുള്ളതാണെന്ന് മാത്രമാണ് കുട്ടി ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇനി മുതൽ കുട്ടി ദേഷ്യത്തിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ വെറും 3 സെക്കൻഡ് സമയമെടുത്ത് ഒരു ചെറിയ വാചകം മാത്രം പറയുക. അത് യാതൊരു ദേഷ്യവുമില്ലാത്ത എന്നാൽ ഉറച്ച സ്വരത്തിലായിരിക്കണം. ഒരു 8 വയസ്സുള്ള കുട്ടി നിങ്ങളോട് ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിനായി വാശി പിടിക്കുന്നു എന്ന് കരുതുക. കുട്ടി നിങ്ങൾ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടാതെ നീ ശാന്തമായി ഇത് പറയുമ്പോൾ മാത്രം ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിക്കൊടുക്കുക. കുട്ടി ദേഷ്യപ്പെട്ട് വാതിലടച്ച് പോയാൽ പോലും നിങ്ങൾ തടയരുത്. അത് അവരുടെ ദേഷ്യം കുറയാൻ അവർക്ക് തന്നെ ലഭിക്കുന്ന ഒരു ഇടമാണ്. പിന്നീട് അവർ ശാന്തമായി വന്ന് മാപ്പ് പറയുകയോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചോദിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അവർക്ക് നൽകുന്ന ശ്രദ്ധയാണ് ഏറ്റവും വലിയ പാഠം. അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. മര്യാദയ്ക്ക് ചോദിച്ചാൽ കാര്യങ്ങൾ നടക്കും, ദേഷ്യപ്പെട്ടാൽ നടക്കില്ല. ഇതാണ് കുട്ടികൾ മനസ്സിലാക്കിയത്. ആദ്യത്തെ ഒരാഴ്ച ഇത് ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതൽ ദേഷ്യപ്പെട്ടേക്കാം. മെഷീനിൽ നിന്ന് സാധനം കിട്ടാത്തപ്പോൾ കുട്ടികൾ കൂടുതൽ ബട്ടണുകൾ അമർത്തുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെയാണ് ഇതും. എന്നാൽ നിങ്ങൾ സ്ഥിരതയോടെ കൺസിസ്റ്റന്റ് ആയി തുടർന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിശബ്ദമായി ഇരിക്കുക, കാമായിട്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുക, 3 സെക്കൻഡിൽ താഴെ മാത്രം ഒതുങ്ങുന്ന ചെറിയ വാചകങ്ങൾ പറയുക, അവിടെ നിന്നും മാറിപ്പോകുക. വിശദീകരണം നൽകി സമയം കളയുന്നതിന് പകരം ശാന്തമായ ബൗണ്ടറീസ് വെക്കുക. ഇത് നിങ്ങളുടെ കുട്ടിയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും അവർക്ക് മാന്യമായി സംസാരിക്കാൻ ശീലിപ്പിക്കാനും സഹായിക്കും. ഇത് ആദ്യത്തെ ദിവസം തന്നെ ഫലം തരില്ല. ഒരാഴ്ചയെങ്കിലും നിങ്ങൾ ഇത് സ്ഥിരതയോടെ തുടരണം. കുട്ടി ദേഷ്യപ്പെടുന്നത് കൂടിയേക്കാം, പക്ഷേ നിങ്ങൾ പതറരുത്. സ്ഥിരതയോടെ ഈ 3 സെക്കൻഡ് നിയമം പാലിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം മാറും. ശാന്തമായ ആശയവിനിമയം കുട്ടികളിൽ സ്വാഭാവികമായി തന്നെ വന്നു ചേരും. എൻ്റെ ഈ നിർദ്ദേശം പരീക്ഷിച്ചു നോക്കൂ. നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ പേരന്റിംഗ് ടിപ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്